Welcome to the second episode of IdeaPod. I'm Ajanya. I'm Iza. So today we are talking about Zepto. So what is Zepto? 10 മിനിറ്റ്സിൽ ഗ്രോസറി ഡോർ സ്റ്റെപ്പിൽ ഡെലിവർ ചെയ്യുന്ന ഒരു ആപ്പാണ് സെപ്റ്റോ. ഈ 10-minute ഡെലിവറി എന്ന് പറയുമ്പോൾ ആൾക്കാർ എങ്ങനെയാ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത്? 10 മിനിറ്റ് പ്രോമിസ് ആദ്യം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്ന് ആളുകൾ വിചാരിച്ചിരുന്നത്. ബട്ട് അത് 10 മിനിറ്റ്സിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുള്ളത് പിന്നീട് സെപ്റ്റോ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Who are the founders of Zepto? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആദിത് പലിച്ച ആൻഡ് കൈവല്യ വോക്ര ചേർന്നിട്ടാണ് സെപ്റ്റോ കണ്ടെത്തിയത്. രണ്ടുപേരും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. അതിനുശേഷമാണ് സെപ്റ്റോ ഫൗണ്ട് ചെയ്തത്. അവര് സെപ്റ്റോന് മുമ്പ് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നു? യെസ്, ഓഫ് കോഴ്സ്. അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് കിരാണ കാർട്ട് ആയിരുന്നു. പക്ഷെ അത് അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ വന്നില്ലായിരുന്നു. അതിനുശേഷമാണ് സെപ്റ്റോ ഫൗണ്ട് ചെയ്തത്. സെപ്റ്റോ എന്ന് പറഞ്ഞാൽ ടൈനി യൂണിറ്റ് ഓഫ് ടൈം. കിരാണ സ്റ്റോഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർ കിരാണ കാർട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിലൂടെ അവർക്ക് മനസ്സിലായത് ആളുകൾക്ക് വേണ്ടത് നോർമൽ ഹോം ഡെലിവറി അല്ല, ഫാസ്റ്റസ്റ്റ് ഹോം ഡെലിവറി ആയിരുന്നു. അങ്ങനെ കിരാണ കാർട്ട് റീബ്രാൻഡ് ചെയ്തിട്ടാണ് സെപ്റ്റോ ആക്കിയത്. എന്തൊക്കെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനാണ് അവര് സെപ്റ്റോ സ്റ്റാർട്ട് ചെയ്തത്? കോവിഡ് ടൈമിൽ ഗ്രോസറി ഡെലിവറി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. സോ 10 മിനിറ്റ്സിൽ ഗ്രോസറി ഡോർ സ്റ്റെപ്പിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഐഡിയയിൽ ആദ്യം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് അവർ പ്രോഡക്ട്സ് സെൽ ചെയ്തത്. പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് സെപ്റ്റോ എന്നുള്ള ആപ്പ് വന്നത്. സെപ്റ്റോന്റെ സ്ട്രാറ്റജി എന്താണ്? അവർക്ക് എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നത്? അവരുടെ സീക്രട്ട് ഡാർക്ക് സ്റ്റോർ മോഡൽ ആയിരുന്നു. ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് അടുത്തുള്ള വെയർ ഹൗസസിൽ സ്റ്റോക്ക് ചെയ്യുകയും സോ വിത്ത് സ്മാർട്ട് ഡേറ്റ ആൻഡ് ലോജിസ്റ്റിക്സ് ഡെലിവറി പാർട്ട്നേഴ്സിന് അവിടെ വന്ന സാധനങ്ങൾ പിക്ക് ചെയ്യാനും വിത്തിൻ മിനിറ്റ്സ് അത് ആളുകളിലേക്ക് എത്തിക്കാനും പറ്റുമായിരുന്നു. Who are their main competitors? ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട് ഒക്കെ ആയിരുന്നു സെപ്റ്റോയുടെ കോമ്പറ്റീറ്റേഴ്സ്. ബട്ട് സെപ്റ്റോ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് സ്പീഡ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് പ്രോഡക്ട്സ് എത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്തൊക്കെ ചാലഞ്ചസ് ആണ് അവർ ഫേസ് ചെയ്തത്? ഒരു 10 മിനിറ്റ്സിൽ പ്രോഡക്ട്സ് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരുന്നു. കാരണം 10 മിനിറ്റ്സിൽ പ്രോഡക്ട്സ് എത്തിക്കുമ്പോൾ ട്രാഫിക് നോക്കണം, ഫ്യൂവൽ കോസ്റ്റ് നോക്കണം. ഇതൊക്കെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ചാലഞ്ചസ് ആയിരുന്നു. ഈ സ്റ്റാർട്ടപ്പ് സ്റ്റോറി കേൾക്കുന്നവർക്ക് എന്താ മോട്ടിവേഷൻ? ഓരോ സ്റ്റാർട്ടപ്സിനും അതിൻ്റെതായിട്ടുള്ള ഹാർഡ്ഷിപ്സ് ഉണ്ടാവും. സോ നിങ്ങളുടെ ഐഡിയ എന്ത് തന്നെയാണെങ്കിലും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. So that's the story of Zepto. Stay tuned to IdeaPod. Bye.